ഇന്ന് നമുക്കൊരു വിവാഹമോതിരത്തിൻ്റെ കഥ കേട്ടാലോ? അതായത് നമ്മുടെ യൗസേപ്പിതാവ് പരിശുദ്ധ കന്യാമറിയത്തിന് അണിയിച്ച വിവാഹമോതിരം. സാന്തോ അനെല്ലോ എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധ മോതിരം ഇറ്റലിയിലെ പെറുഗിയ നഗരത്തിൽ അസീസിക്കടുത്ത് സാൻ ലോറൻസോ കത്തീഡ്രലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പെറുഗിയ നിവാസികൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറിയാമായിരുന്നെങ്കിലും 19-ാം നൂറ്റാണ്ടിലാണ് പുറം ലോകം ഇതറിയുന്നത്. ഇതിന് കാരണമായത് ഒരു റോമൻ സന്യാസിനിയും മരിയൻ ദർശകയും കൂടാതെ പഞ്ചക്ഷതധാരിയുമായ വാഴ്ത്തപ്പെട്ട ആനി കാതറിൻ എമ്മറിച്ചിൻ്റെ 2 ദർശനങ്ങളാണ്. ഒരു ദേവാലയത്തിൽ നിരവധി പൂട്ടുകളോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു മോതിരമാണ് ആദ്യം കണ്ടത്. മറ്റൊരു ദർശനത്തിൽ വിവാഹവേദിയിൽ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് യൗസേപ്പിതാവ് പരിശുദ്ധ മറിയത്തിൻ്റെ വിരലിൽ മോതിരമിടുന്നതും അത് പ്രത്യേക ശോഭയോടെ തിളങ്ങുന്നതും കണ്ടു. എന്നാൽ വർഷങ്ങളോളം കിടപ്പിലായിരുന്ന ആനി കാതറിൻ്റെ മരണത്തിനു ശേഷമാണ് ഇത് അവരുടെ ഡയറിയിൽ നിന്നും കണ്ടെത്തിയത്. പിന്നീടുണ്ടായ ദർശനത്തിൽ സിക്സ്റ്റസ് 4-ാമൻ മാർപ്പാപ്പയാണ് ഈ വിശുദ്ധ മോതിരം സാൻ ലോറൻസോ കത്തീഡ്രൽ സ്ഥാപിക്കപ്പെട്ടതെന്നും പലയിടങ്ങളിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടു കിട്ടിയ ഹോളി റിംഗ് മനോഹരമായ പലതരം കല്ലുകൾ പതിപ്പിച്ച ഒരു വെള്ളി കിരീടത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. കൂടാതെ 14 പൂട്ടുകളോട് കൂടിയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. ജൂലൈ 19-നും സെപ്റ്റംബർ 12-നുമാണ് ഈ വിശുദ്ധ മോതിരം പൊതുദർശനത്തിന് പ്രതിഷ്ഠിക്കുന്നത്. അന്ന് വിവാഹിതരുടെയും വിവാഹത്തിന് ഒരുങ്ങുന്നവരുടെയും മോതിരങ്ങൾ സാന്തോ അനെല്ലോയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആശീർവദിക്കപ്പെടാനും ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാനും പരിശുദ്ധ മറിയത്തിൻ്റെയും യൗസേപ്പിതാവിൻ്റെയും മാധ്യസ്ഥം തേടി നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. നമുക്കും ആത്മനാ ഇതിൽ പങ്കുചേരാം. ആമേൻ.